തമ്നയിലും മൊണ്ടാഷും കണ്ടപ്പം തന്നെ കഥയുടെ ഏകദേശം ഒരു കിടപ്പുവശം മനസ്സിലായല്ലോ. അതുകൊണ്ട് കൂടുതൽ വളച്ചുകെട്ടലുകളൊന്നുമില്ലാതെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. നമ്മളും സൂര്യകാന്തി പൂക്കൾ കാണാനായിട്ട് തമിഴ്നാട്ടിലോട്ടുള്ള ഒരു ചെറിയ യാത്രയിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ സുന്ദരപാണ്ഡിപുരത്തായിരുന്നു ധാരാളം പൂക്കൃഷി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവിടെ പൂക്കൃഷി വളരെ കുറവാണ്. അതുകൊണ്ട് സുന്ദരപാണ്ഡിപുരത്തിന് അടുത്തുള്ള സുരണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പുനലൂരിൽ നിന്ന് ഏകദേശം 72 കിലോമീറ്റർ ദൂരമുണ്ട് സുരണ്ടയിലേക്ക്. അപ്പോൾ നമ്മൾ പുനലൂരിൽ നിന്നും 7 മണിക്കാണ് യാത്ര തിരിച്ചത്. അപ്പോൾ ഒരു 9-9:30 നമ്മൾ സുരണ്ടയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിലും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ തെന്മല വഴി ആര്യങ്കാവിലെത്തി. അവിടെ നിന്നും കോട്ടവാസൽ ചുരം ഇറങ്ങിയ ശേഷം ചെങ്കോട്ടയിലെത്തി. ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശി പോകുന്ന വഴിക്ക് ഇലഞ്ഞി എന്ന് പറയുന്നൊരു ചെറിയ ടൗൺ ഉണ്ട്. ഇലഞ്ഞിയിൽ നിന്നാണ് നമ്മൾ നേരെ സുരണ്ടയിലേക്ക് പോകുന്നത്. ഇതിനു മുമ്പ് സുന്ദരപാണ്ഡിപുരത്തായിരുന്നു പൂക്കൃഷി ധാരാളം ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിലെ പച്ചക്കറിക്ക് ആവശ്യം കൂടിയതോടെ അവർ ഈ പൂക്കൃഷി നിർത്തിയിട്ട് പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ ഇതൊന്നും അറിയാതെ ഒരുപാട് പേര് നേരെ ഇപ്പോഴും സുന്ദരപാണ്ഡിപുരത്ത് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് സുരണ്ടയിലെത്തുന്നത്. നമ്മൾ പുനലൂരിൽ നിന്ന് വണ്ടി വിട്ടിട്ട് ഇപ്പോൾ ഒരു 10-15 കിലോമീറ്ററായി. നമുക്കൊരു 10 മണിയോടുകൂടി സുരണ്ടയിലെത്തിയാൽ മതി. വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട്. തെന്മല ഒറ്റക്കൽ ലുക്കൗട്ട് എന്ന് പറയും. ഒരു ചെറിയ ചെക്ക് ഡാമാണ്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ തടയണയാണ്. നമുക്ക് ചെക്ക് ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. 2-3 ആഴ്ചയായിട്ട് നന്നായിട്ട് മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് ചെക്ക് ഡാം നിറഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ടൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. പക്ഷേ അത് 9 മണിക്ക് തുറക്കുകയുള്ളൂ. സമയം ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ. ഈ വാച്ച് ടവർ തുറക്കുന്നവരെ ഇവിടെ നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ല. നമുക്ക് നേരെ തെന്മലയ്ക്ക് വണ്ടി വിടാം. നമ്മളിപ്പോൾ കൊല്ലം ചെങ്കോട്ട നാഷണൽ ഹൈവേ വഴിയാണ് പോകുന്നത്. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ എത്തുന്ന ഒരു പ്രധാന പാതയാണിത്. ഇന്ന് പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ടാകും തോന്നുന്നു റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ഈ വഴി പോകുമ്പോൾ നാഷണൽ പെർമിറ്റ് ലോറികളുടെ ഒരു ബഹളം തന്നെയാണ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് തെന്മല എത്തി. ഇവിടുന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് തെന്മല ഡാമിലേക്കും തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റിലേക്കും പോകാം. നമ്മൾ തൽക്കാലം എന്തായാലും അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഡാമിൻ്റെ ഒരു ലോങ് ഷോട്ട് എടുത്തിട്ട് നമുക്ക് വണ്ടി വിടാം. ഇനി കുറച്ചു ദൂരം നമുക്ക് റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. ഇനി ഒരു 4-5 കിലോമീറ്ററൂടെ പോകുമ്പോൾ നമ്മൾ ഈ റൂട്ടിൽ ഒരു കിടിലൻ സ്പോട്ടിലെത്തും. ഇതാണ് 13 കണ്ണറ പാലം. പഴയ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജിൻ്റെ ഭാഗമായിരുന്നു ഈ പാലം. മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജ് ആയതോടെ പഴയ പാലത്തിൻ്റെ ഒരു ഗുമ്മൊക്കെ അങ്ങ് പോയി. മൊത്തത്തിലൊരു PWD ലുക്കായി. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. ഇതിനു മുമ്പ് ഈ പാലത്തിൻ്റെ മുകളിൽ കയറി ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ മുകളിലോട്ട് കയറുന്ന വഴിയൊക്കെ കയറ്റിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സംഭവം എന്താണെന്നറിയില്ല. ഇനി നമുക്ക് കുറച്ച് ദൂരം റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അങ്ങനെ 13 കണ്ണറ പാലം കഴിഞ്ഞാൽ നമ്മൾ നേരെ ആര്യങ്കാവിലെത്തും. ആര്യങ്കാവിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ ചെങ്കോട്ടയ്ക്ക് വിടാം. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറാണ് കോട്ടവാസൽ.
അവിടെ എസ് വളവ് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നേരെ തമിഴ്നാട്ടിലെത്തും. അങ്ങനെ നമ്മൾ എസ് വളവിലെത്തി. താമരശ്ശേരി ചുരത്തിൽ മാത്രമല്ല എസ് വളവുള്ളത്, ഇനി നമ്മുടെ പുനലൂരിലും ഒരു എസ് വളവുണ്ട്. അപ്പോൾ നമുക്ക് എസ് വളവിലെ വണ്ടികളൊക്കെ തിരിയുന്ന 1-2 ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് നേരെ തമിഴ്നാട്ടിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ എസ് വളവൊക്കെ കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലോട്ട് കയറി. ഈ ബോർഡർ കഴിയുമ്പം തന്നെ ക്ലൈമറ്റ് ആകെ മൊത്തം മാറും. അവിടെ മഴ, ഇവിടെ വെയിൽ, നല്ല ക്ലിയർ സ്കൈ. എന്നാലും കേരളത്തിലെ മഴയുടെ ഒരു ചെറിയ ലാഞ്ചന ഇവിടെ ഇല്ലാതില്ല. ഇനി ഇവിടുന്ന് നേരെ ചെങ്കോട്ട. റോഡിൻ്റെ ഇരുവശത്തും കൃഷിപ്പാടങ്ങളും കാറ്റാടിപ്പാടങ്ങളും ഇഷ്ടം പോലെ കാണാം. ഈ റൂട്ടിൽ നമ്മൾ എത്ര പോയാലും ബോറടിക്കില്ല, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകും. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു കാറ്റാടി യന്ത്രം ഒന്ന് അടുത്ത് പോയിട്ട് കാണാം. സ്ഥിരമായിട്ട് കാണുന്നുണ്ടാകും, ഇവിടെയുള്ളവർക്ക് ഇതൊന്നും ഒരു വലിയ സംഭവമല്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് ചെങ്കോട്ടയെത്തി. ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് തിരുമലക്കോവിലിൽ പോകാം. വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോയാൽ തെങ്കാശിയിലേക്കും കുറ്റാലത്തേക്കും പോകാം. ഈ ആർച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇതുവഴി ഇടത്തേക്കൊരു വഴിയുണ്ട്. ഇതുവഴി പോയാലും സുരണ്ടയിലെത്താം. പക്ഷെ നമ്മൾ നേരെ തെങ്കാശി റൂട്ടിൽ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇലഞ്ഞി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ഉണ്ട്. അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ ഇലഞ്ഞി ടൗണിലെത്തി. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം 2 റൗണ്ട് അബൌട്ടുകൾ കാണും. അതിൽ രണ്ടാമത്തെ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ഒരു 10-11 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ റോഡിൻ്റെ 2 വശത്തുമായിട്ട് നമുക്ക് സൂര്യകാന്തി പൂക്കൾ കാണാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ റൗണ്ട് അബൌട്ടായി. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം രണ്ടാമത്തെ റൗണ്ട് അബൌട്ട് വരും. ഇവിടെ നിന്ന് നമ്മൾ നേരെ വലത്തോട്ട് തിരിയും. ഇവിടെ നിന്നൊരു 10-11 കിലോമീറ്റർ നമുക്ക് വെറുതെ കാഴ്ചകളൊക്കെ കണ്ടുപോകും. റോഡിൻ്റെ 2 വശത്തും ഇഷ്ടം പോലെ തെങ്ങുകളും കരിമ്പനകളും ഒക്കെ കാണാം. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. റോഡിൻ്റെ 2 വശത്തും പനകളും തെങ്ങുകളും കൃഷിപ്പാടങ്ങളും ഒക്കെ ധാരാളമുണ്ട്. ഇവിടെ ആളുകൾ കൂട്ടം ചേർന്ന് ഒരു സ്ഥലത്ത് താമസിക്കുന്നു. കുറേ സ്ഥലം കൃഷിയിടങ്ങളായിട്ടിടുന്നു.
കേരളത്തിലെക്കാട്ടി കൂടുതൽ ഇപ്പം തെങ്ങുകളുള്ളത് തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ കാണാം. അത് കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം കൃഷിപ്പാടങ്ങളാണ്. ഇനി കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ വഴി രണ്ടായിട്ട് തിരിയും. വലത്തേക്ക് പോയി കഴിഞ്ഞാൽ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാം. ഇനി അങ്ങോട്ട് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ഒരുപാട് സൂര്യകാന്തി പാടങ്ങൾ കാണാം. റോഡിൻ്റെ വശങ്ങളിൽ മാത്രമല്ല, ഒരുപാട് ഉള്ളിലോട്ടും ഇത്തവണ ഇവിടെ പൂക്കൃഷിയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, ദയവ് ചെയ്ത് ആരും പൂക്കൾ പറിക്കാനോ പൂച്ചെടികൾ ചവിട്ടി മെതിക്കാനോ ശ്രമിക്കരുത്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു FB പോസ്റ്റോ ഒരു ഇൻസ്റ്റാ റീലോ അതോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ആകാം. പക്ഷേ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് ഇത് അവരുടെ ജീവിതമാർഗമാണ്, വരുമാന മാർഗമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃഷിക്കാരുടെ അനുവാദമില്ലാതെ പൂക്കൾ പറിക്കരുത്. അങ്ങനെ 10-70 കിലോമീറ്റർ യാത്ര ചെയ്ത് സുരണ്ടയിലെത്തി. നമ്മൾ വഴിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നിർത്തി വന്നതുകൊണ്ട് 10 മണിയായി ഇവിടെ എത്തിയപ്പോൾ. നമുക്ക് പതിയെ പാടത്തേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമുക്ക് മുമ്പേ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റോഡിൻ്റെ വശങ്ങളിൽ മൊത്തം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുക. എല്ലാം കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ്. ഇനി നമുക്ക് കുറച്ചു നേരം സൂര്യകാന്തി പൂക്കളുടെ കാഴ്ചകൾ കാണാം. കേരളത്തിലെ മഴയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് തോന്നുന്നു. സാധാരണ ഇവിടെ നല്ല ക്ലിയർ സ്കൈ ആണ്. പക്ഷേ ഇപ്പോൾ സ്കൈ മൊത്തം കാർമേഘം അടിച്ച് നരച്ചിരിക്കുകയാണ്. ഇവിടെ മലയാളികൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. തമിഴ്നാട്ടുകാരായ ടൂറിസ്റ്റുകൾ ഒന്നും കാണാനില്ല. ഇവിടെ ഇനി അങ്ങോട്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും സൂര്യകാന്തി പാടങ്ങളാണ്. പല സ്ഥലത്തും ഓൾറെഡി വിളവെടുപ്പ് കഴിഞ്ഞു. ഈ കാണുന്ന പൂക്കളും മിക്കവരും അടുത്ത ആഴ്ചയോടുകൂടി പറിച്ചെടുക്കും. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. ഇത് ശരിക്കും ഒരു വയലാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സൂര്യകാന്തി പാടം എന്നൊക്കെ പറയും. നാട്ടിലാണെങ്കിൽ നമ്മൾ കണ്ടം, വയലെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ കണ്ടത്തിൽ നിന്ന് അടുത്ത കണ്ടത്തിലോട്ട് പോകാം. ഇവിടെ ഒരുപാട് സൂര്യകാന്തി കണ്ടങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആ കണ്ടത്തിൽ നിന്നും ഈ കണ്ടത്തിലേക്ക് വന്നു. ഇഷ്ടം പോലെ ആളുകളുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. സുന്ദരപാണ്ഡിപുരത്താണെങ്കിൽ നമുക്ക് വണ്ടികൾ ഇതുപോലെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇടുങ്ങിയ റോഡാണ്. ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആയി കഴിഞ്ഞാൽ സൂര്യകാന്തി പൂക്കൾ കാണാൻ പോകുക എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും അത്ര വലിയ സംഭവമല്ലെന്ന് തോന്നുന്നു. കാരണം ഇത് അവരുടെ ഒരു ജീവിതമാർഗമാണല്ലോ. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒറ്റ ടൂറിസ്റ്റുകളെയും ഇവിടെ കാണാനില്ല. വെയിൽ കൊണ്ട് ദാഹിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു പനന്നൊങ്കൊക്കെ കുടിച്ചിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന കാരണം ചെറിയ ചെറിയ കച്ചവടക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില പാടങ്ങളിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് കൃഷിക്കാർ പൈസയും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കാണാനായിട്ട് വലിയ കാഴ്ചകളൊന്നുമില്ല. ഇതിനടുത്ത് അഗസ്തീശ്വർ കോവിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരാൾ പറഞ്ഞാണ് അവിടെ കണ്ണെത്താ ദൂരത്തോളം സൂര്യകാന്തി പാടങ്ങളുണ്ട്. അപ്പം നമുക്ക് നേരെ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ ഈ വന്ന വഴി തന്നെ കുറച്ച് മുമ്പോട്ട് പോയാൽ മതി. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രം കാണാം.
അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അഗസ്തീശ്വർ കോവിലിൻ്റെ അടുത്തെത്തി. ഇതാണ് അഗസ്തീശ്വർ കോവിൽ. ഇതിൻ്റെ പുറകുവശത്താണ് സൂര്യകാന്തി പാടങ്ങളെന്നാണ് അവിടെ കണ്ട ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇവിടുത്തെ പൂക്കൃഷിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഒരാഴ്ച മുമ്പേ വന്നിരുന്നെങ്കിൽ നല്ല കിടിലം വിഷ്വലുകൾ കിട്ടിയേനെ. അപ്പോൾ നമുക്ക് പതിയെ വന്ന വഴി തന്നെ തിരികെ പോകാം. പ്ലാനിൽ ചെറുതായിട്ടൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ നിന്നും സുന്ദരപാണ്ഡിപുരം വഴി അന്യൻ സിനിമ ഷൂട്ട് ചെയ്ത അന്യൻ പാറയൊക്കെ കണ്ടിട്ട് അതുവഴി നമുക്ക് ചെങ്കോട്ടയ്ക്ക് പോകാം. കേരളത്തിൽ നിന്നും വന്ന വണ്ടികളാണ് ഈ റോഡ് സൈഡിൽ മൊത്തം കിടക്കുന്നത്. അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരികെ പോവുകയാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും വഴി രണ്ടായിട്ട് തിരിയും. ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിയാം. നേരെ പോകുന്ന വഴി നമ്മൾ ഇലഞ്ഞിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന വഴിയാണ്. അപ്പം നമ്മൾ നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാം. നമ്മളീ പോകുന്ന വഴിയുടെ രണ്ട് വശങ്ങളിലുമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പൂക്കൃഷി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റ് പച്ചക്കറികളാണ് കൂടുതലും കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്നും സൂര്യകാന്തി പാടങ്ങൾ കാണാനേ ഇല്ല. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ പോകാൻ നല്ല രസമാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും പനകളും തെങ്ങുകളും ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒട്ടും മനം മടിപ്പിക്കത്തില്ല. ഇവിടുത്തെ ചൂടാണ് പിന്നെ ആ ഒരു പ്രശ്നം. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടത്തെ സൈഡിൽ ഇതാ ഒരു ചെറിയ വെള്ളക്കെട്ട് കാണാം. ചെറുതല്ല, അത്യാവശ്യം നല്ല വലിയ വെള്ളക്കെട്ട് തന്നെയാണ്. വല്ലപ്പോഴും കിട്ടുന്ന മഴയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ടാണ് അവർ ഈ കണ്ട കൃഷി മൊത്തവും ചെയ്യുന്നത്. അക്കാര്യത്തിൽ അവരെ സമ്മതിച്ചു കൊടുക്കണം. ഇവിടുത്തെ സുന്ദരപാണ്ഡിപുരം പാവൂർ ഛത്രം പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ തെക്കൻ ജില്ലകളിലേക്കുള്ള പച്ചക്കറി കൂടുതലും വരുന്നത്. അങ്ങനെ നമ്മൾ അന്യൻ പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ ചതിച്ചു. ഇപ്പോൾ ഇവിടം സാധാരണക്കാരുടെ ഷൂട്ടിംഗ് പോയിന്റ്. നമുക്കിവിടെ ഇറങ്ങി 1-2 ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ചെങ്കോട്ടയ്ക്ക് വിടാം. അങ്ങനെ ഈ വർഷത്തെ സൂര്യകാന്തി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ രാവിലെ 7 മണിക്ക് പുനലൂരിൽ നിന്നും വണ്ടി വിട്ട് ഇപ്പോൾ സമയം 5 മണിയായി. നമ്മളിനി അന്യൻപാറയിൽ നിന്ന് നേരെ ചെങ്കോട്ട വഴി വീട്ടിലേക്ക് പോവുകയാണ്. അതേ ക്യാമറയൊക്കെ മടക്കി പെട്ടിയിൽ വെച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.